Hi dear students, welcome back to Xylem Learning. Abdul Sarana. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ വൺ ഷോട്ട് റിവിഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ദ മേക്കിംഗ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ് എങ്ങനെയാണ് മേക്ക് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു വർഷം മുതൽ വർഷം വരെ നമ്മുടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലേ 1870s to 1947 വരെയുള്ള പീരീഡിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ മക്കളും ലൈവിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക, നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് എത്തിക്കുക. ഇന്നത്തെ ഒറ്റ ക്ലാസ് മതി നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ എത്രത്തോളം ഈസിയായി മക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന രീതിയിലാണ് സാർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, സാറെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നല്ല നമ്മുടെ 8th CBSE പവർ എന്ന് പറയുന്നത്. കുറെ മക്കളൊക്കെ ഇനിയും എത്താനുണ്ട്. എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് മക്കൾ എന്ത് ചെയ്യുക, എത്തിക്കുക. എല്ലാ ഫ്രണ്ട്സിനുമായിട്ട് എന്ത് ചെയ്യുക, ലൈവില് ഒരുമിച്ചിരുന്ന് ലൈവ് കാണുക കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയല്ലേ. യെസ് ഹായ് മക്കളെ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പിയാണ് വിചാരിക്കുന്നത്, എല്ലാവരും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കുറെ അധികം കഥകൾ പറയുന്നില്ല, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. അടിപൊളി ചാപ്റ്റർ ആണ്, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. സെറ്റ് അല്ലേ? ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ 1750 to 1860 led to emergence of nationalism. ബ്രിട്ടീഷ് റൂൾ ആണ് നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ. ഇന്ത്യയിൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടാവുകയിൽ ആർക്ക് വലിയ റോൾ ഉണ്ട്? ബ്രിട്ടീഷ് റൂളിന് വലിയ റോൾ ഉണ്ട് എന്ന് പറയും. മക്കൾ വിചാരിക്കും എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷേഴ്സ് ഗവേൺ ചെയ്തിട്ടുള്ളത് അല്ലെ. ആ ഒരു ബ്രിട്ടീഷ് റൂൾ കാരണം നമുക്ക് എങ്ങനെ നാഷണലിസം ഉണ്ടായി, അല്ലെങ്കിൽ സെൻസ് ഓഫ് വൺനെസ് ഓഫ് സെൻസ് ഓഫ് യൂണിറ്റി എങ്ങനെ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായി എന്ന് മക്കൾക്ക് സംശയം ഉണ്ടാവും. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നാഷണലിസം? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ മക്കളെ. ദ മേക്കിംഗ് ഓഫ് നാഷണൽ എന്താ പറയുക, നാഷണൽ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നാഷണലിസം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. What do you mean by nationalism? Yes, എന്താണ് മക്കളെ നാഷണലിസം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് within around 110 years the British took control of almost every aspects of life in India. Many Indians began to feel that the British control had to end to make India and the country for Indians. അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൺട്രോൾ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻസിന് മേലുള്ള ആ ഒരു കൺട്രോൾ വലിയ രീതിയിൽ 110 വർഷത്തോളം വലിയ രീതിയിലുള്ള ഒരു കൺട്രോൾ ബ്രിട്ടീഷേഴ്സിന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഇന്ത്യൻസ് റിയലൈസ് ചെയ്തു ഈ ഒരു കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീഡം അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവണം. ഇന്ത്യ എന്ന് പറയുന്നത് അവർ നാഷനാണ്, നമ്മുടെ നാഷനാണ്. നമുക്ക് അതിൽ എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റണം? ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ പറ്റണം എന്ന് ആര് തിരിച്ചറിഞ്ഞു? ബ്രിട്ടീഷുകാർ, അതായത് ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷുകാരല്ല ഇന്ത്യ ഭരിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊരു ഇമോഷനെയാണ്, സെൻസ് ഓഫ് വൺനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാർ എന്ത് തിരിച്ചറിഞ്ഞു? നമ്മൾ ഇന്ത്യക്കാരാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടായി? ഇന്ത്യക്കാർക്കുണ്ടായി. അത് ഉണ്ടാക്കിയതാരാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് തിരിച്ചറിഞ്ഞു? യെസ്, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾക്കിടയിൽ എന്തില്ലാത്തതുകൊണ്ടാണ്? ഒരു യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന് മറികടന്നുകൊണ്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു യൂണിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഇന്ത്യൻസ് റിയലൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻ ബേസ് ദ കൊൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ. ഇതിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് കൊൽക്കത്ത, മദ്രാസ്, ബേസ് ബോംബെയിലൊക്കെ ആയിരുന്നു ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റിലേക്ക് ഫസ്റ്റ് ബേസ് എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. എ കംപ്ലീറ്റ് മിലിറ്ററി കോൺക്വസ്റ്റ് ബൈ 1850s. Then many Indian princes remain nominal rulers and other Britishers. പല ഇന്ത്യൻ പ്രിൻസസും എന്തായിരുന്നു? ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലുള്ള റൂളേഴ്സ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. വാട്ട് were the effects of British rule before freedom movement in started? ഫ്രീഡം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് റൂൾ, എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. സോ വെൻ വിൽ ബി നെക്സ്റ്റ് മെൻഡി എന്നൊക്കെ മക്കൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് മെൻഡി വെക്കട്ടെ അമയ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ടെറിട്ടറീസ് ആൻഡ് ടേക്ക് ഓവർ of kingdoms. Then they have introduction of new laws and administrative institutions. Are total points വായിച്ചതിന് ശേഷം ക്ലിയർ ചെയ്യാം. Then changes happened in the lives of peasants and the tribes. Then educational changes in the 19th century. Modern education was introduced. Then debates regarding the condition of women education, abolition of sati. Then challenges to the caste system by the social reformers. The revolt of the
of 1857 and its aftermath, decline of crafts and growth of industries. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷേഴ്സിന് മുമ്പ് നമ്മൾ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളോട് പറയുന്നത് ബ്രിട്ടീഷ് അവരുടേതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്ത്യയിലുള്ള പല റീജിയൻസും ബ്രിട്ടീഷുകാർ കോൺഗോ ചെയ്തു, അനക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ വിമൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ വിമൻസിന് എന്താ പറയുക ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു സതി സിസ്റ്റം അല്ലെ. ആ സതി സിസ്റ്റം അബോളിഷ് ചെയ്യാൻ ബ്രിട്ടീഷേഴ്സ് മുൻകൈയെടുത്തു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സോഷ്യൽ റിഫോം അല്ലെ, എന്താ പറയുക കാസ്റ്റ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ബൈ ദ സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തിരുന്നു, ഈ കാസ്റ്റിനൊക്കെ റിഫോം ചെയ്തു. അത് നമ്മൾ ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻസ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യകാലത്തൊക്കെ സമരം കണ്ടക്ട് ചെയ്തിരുന്നത് ആരൊക്കെയാണ്? നമ്മൾ ഈ സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ബിക്കോസ് വൺ ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് മക്കൾ എക്സ്പാൻഡ് ചെയ്യണം, ഇത് മക്കൾ മനസ്സിലാക്കണം, അതിനുശേഷം മക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യകാലത്ത് ഏതൊക്കെ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ആയിരുന്നു ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടുള്ളത്. യെസ്, ഓൺലി 19 പീപ്പിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഐ എം ഓൾസോ വറീഡ് അബൌട്ട് ദാറ്റ്. ബട്ട് മക്കൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഒക്കെ വെക്കുക. അങ്ങനെ മാക്സിമം നിങ്ങളുടെ 8th CBSE പഠിക്കുന്ന മാക്സിമം ഫ്രണ്ട്സ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇപ്പൊ നമ്മുടെ പവർ ഇതൊന്നും അല്ല എന്ന് സാറിനും കൃത്യമായിട്ടും പറയാം. നമ്മുടെ യോധ എന്ന് പറയുന്നത് യോദ്ധാക്കളാണ്. ആ യോദ്ധാക്കളുടെ പവർ ഇവിടെ വരേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. After 1850, many political associations were formed. Most of them were formed in the 1870s and 1880s. Most of these associations were led by English educated professionals. Some of the important of one of were Purna Sarvajanik Sabha, then the Indian Association, the Madras Mahan Sabha, then the Bombay Presidents Association, the Indian National Congress was also formed during this period. And the 1850s ശേഷമാണ് പല പൊളിറ്റിക്കൽ അസോസിയേഷൻസും ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെടുന്നത്. അതിൽ പലതും ആരുടെ അണ്ടറിലായിരുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസിന്റെ അണ്ടറിലായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഇന്ത്യൻസിന് തന്നെയാണ് അവർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു. അവരുടെ അണ്ടറിലായിരുന്നു നമ്മൾ ഈ പറയുന്ന എന്താ പറയുക അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ വേരിയസ് അസോസിയേഷൻസ് ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനമായിട്ടും എന്താണ് പറയാ, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള പല എയിമോട് കൂടി തന്നെയാണ് ഇന്ത്യയിലെ പല അസോസിയേഷൻസും ഫോം ചെയ്യപ്പെട്ടിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ പ്രധാനപ്പെട്ട അസോസിയേഷൻസ് ആണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അസോസിയേഷൻ ആണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഓൾസോ ഫോം ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്നത്. Then naming conversions of these political associations suggested that they wanted to take issues which affected all the people of India, although many of these associations functioned in specific parts of the country. ഇതിലെ പല അസോസിയേഷൻസും ഇന്ത്യയിലെ പല പാർട്സിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഫോം ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. തപസ് വന്നിട്ടുണ്ടല്ലോ. ഹായ് തപസ്. ഓക്കെ, എല്ലാവർക്കും ഹായ്. നിസാർ ഹായ്. നിസാർ മുഹമ്മദ്. ഓക്കെ, എല്ലാവർക്കും ഈഗിൾ ടാഡി ഹലോ മക്കളെ. ഓക്കെ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് സാർ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ പല അസോസിയേഷൻസും 1850s ശേഷം അല്ലെങ്കിൽ 1870s and 1880s പല അസോസിയേഷൻസും ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടു. ഇതിലെ പലതും പല ഏരിയാസിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ആക്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. പല അസോസിയേഷൻസിനും പ്രസൻസ് പല ഏരിയാസിലായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഏരിയാസിലായിരുന്നു. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. Reasons for dissatisfaction with the British rule in 1870s and 1880s. 1870s 1880s ആണ് മോർ അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു അല്ലെ സാർ. യു റിമെമ്പർ മീ? യെസ്, ഒബ്വിയസ്ലി. നമ്മുടെ സ്ഥിരം നമ്മുടെ എന്താ പറയാ നമ്മുടെ HCBSE കറക്റ്റ് ആൻസർ ഒക്കെ പറയാൻ സ്ഥിരം വരുന്ന മക്കളിൽ ഒരാളാണ് തപസ് അല്ലെ. ഇപ്പൊ നമ്മുടെ വ്യൂ കൗണ്ട് കുറയുന്നുണ്ട്, എന്ത് സംഭവം എന്ന് അറിയുന്നില്ല. എന്തായാലും മാക്സിമം ഫ്രണ്ട്സിന് മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് എത്തിക്കുക. ഒരു ലൈവ് കൂടി നമ്മൾ ഈ ഒരു ലൈവ് കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പോവാണെന്നുള്ള എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനെയും മക്കളെ അറിയിക്കട്ടോ. ഓക്കെ, അപ്പൊ റീസൺ ഫോർ dissatisfaction with the British rule in the 1870s and 1880s. Most of the political parties or most of the associations were formed ഏത് സമയത്ത് തന്നെയാണ്? അനീഷ ഹായ് മക്കളെ. ഓക്കെ, വർഷിനി. ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ് ട്ടാ. അപ്പൊ ഇതിൽ പല അസോസിയേഷൻസും ഫോം ചെയ്യപ്പെട്ടുള്ളത് 1870s to 1880s ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. The Arms Act was passed in 1878. This act disallowed Indians from possession arms. Indians arms ഒന്നും കൈവശം വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആംസ് ആക്ട് ആര് ഇംപ്ലിമെന്റ് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ
യെസ്, ആ ഒരു ആംസ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻസിന് ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. 1878 ഈ ഒരു ആംസ് ആക്ട് ബ്രിട്ടീഷേഴ്സ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ആംസ് ആക്ടിന്റെ ഇയർ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. Then the Vernacular Press Act was in 1878. The same year Vernacular Press Act കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആസ് പെർ Vernacular Press Act നമുക്ക് നോക്കണം. This act empowered the government to confiscate the assets of newspapers including their printing press if the newspapers published anything objectionable, അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആ ന്യൂസ് പേപ്പേഴ്സിനെ ബാൻ ചെയ്യാനും അവിടുത്തെ മെഷീനറീസ് ഒക്കെ കോൺഫിസ്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പിടിച്ചെടുക്കാനും ഉള്ള റൈറ്റ് ആർക്ക് കിട്ടുന്നതാണ്, ഗവൺമെന്റിന് കിട്ടുന്നതാണ് വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെർനാക്കുലർ പ്രസ് ആക്ട് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, വെർനാക്കുലർ പ്രസ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വെർനാക്കുലർ പ്രസ് ആക്ടും ഇന്ത്യൻസിന് എന്ത് തോന്നുന്നുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യൻസിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The next one is the government tried to introduce the Ilbert Bill in 1883. The bill made provisions for trial of British or European persons by Indians. Thus, the Ilbert Bill suggests equality between British and Indian judges in the country. But the whites opposed the bill and forced the government to withdraw it. അപ്പോൾ ഇന്ത്യൻ ജഡ്ജസിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ജഡ്ജസിനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജഡ്ജസിനും ഈക്വലൈസ് ചെയ്യുന്ന തരത്തിലുള്ള നമ്മൾ ഈ പറയുന്ന ബിൽ ഇൽബർട്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വൈറ്റ് പേഴ്സൺസ് എന്ത് ചെയ്തു, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബില്ല് പാസ്സാവാൻ സമ്മതിച്ചില്ല. അതും ഇന്ത്യൻസിനിടയിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാർ നേരത്തെ പറഞ്ഞു, ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഈ പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ്സിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈമിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത്. INC ഓർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് എന്ന് ചോദിക്കുമ്പോൾ 1885 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി the Indian National Congress was established in 1885 at Bombay. In its first meeting at Bombay, 72 delegates from all over the country were present. രാജ്യത്തെ മൊത്തം പ്രതിനിധീകരിച്ചുകൊണ്ട് 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ കോൺഫറൻസ്. ദാറ്റ് മീൻസ് അതിന്റെ എന്താ പറയുക, അതിന് നമ്മൾ പറഞ്ഞ പോലെ ബോംബെയിൽ വെച്ചിട്ട് അത് ഫോം ചെയ്യപ്പെടുമ്പോൾ അതിൽ 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദ ഏർലി ലീഡർഷിപ്പ് വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പീപ്പിൾ ഫ്രം ബോംബെ ആൻഡ് കൊൽക്കത്ത. ആദ്യത്തെ ലീഡേഴ്സ് ഒക്കെ എവിടെ നിന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, ബോംബെ കൊൽക്കത്ത കോൺസെൻട്രേറ്റ് ചെയ്തുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏർലി ടൈംസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മെഹ്ത, ബദറുദ്ദീൻ ത്വായിബ്ജി, WC ബാനർജി, സുരേന്ദ്ര ബാനർജി, രമേശ് ചന്ദ്ര ദോസ്, സുബ്രഹ്മണ്യ അയ്യർ, ഇതൊക്കെയായിരുന്നു എന്താ പറയാ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രോമിനന്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഏർലി ലീഡേഴ്സ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് 1885 ബോംബെയിൽ വെച്ചിട്ടാണ്. അതിൽ 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ പ്രോമിനന്റ് ലീഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടും കാണാൻ പറ്റും. In its first 20 years, the Congress was moderate and its objective and methods during this period. The main demands of Congress was about getting a greater voice of Indians, the government, and the first Indian National Congress 1885 administration. നമ്മളിവിടെ പറയുന്നത് ആദ്യത്തെ ടൈമിൽ കോൺഗ്രസിൽ 3 കാറ്റഗറി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരുന്നു. മോഡറേറ്റ് ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട്, കുറച്ചും കൂടി റെക്കമെൻഡ്സിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി ഈ കത്തുകളിലൂടെയും സമാധാനപരമായിട്ട് കാര്യങ്ങളെ ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മോഡറേറ്റ്സ് എന്ന് പറയുന്നത്. അവര് ഈ പറയുന്ന പോലെ തന്നെ ആംഡ് റെബലിയനൊക്കെ ഒപ്പോസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. സമാധാനപരമായിട്ട് മൂവ്മെന്റ് കണ്ടക്ട് ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ആദ്യത്തെ മോഡറേറ്റ് എന്ന് പറയുന്നത്. മിതവാദികൾ എന്ന് നമ്മൾ പറയും. അവർ പെറ്റീഷൻ ത്രൂ ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവരുടെ ഡിമാൻഡ് അഡ്രസ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം
Then early demands of Congress. The Congress wanted better representation of the Indians in the Legislative Council. British India Legislative Council എന്ത് വേണം, ബെറ്റർ റെപ്രസെന്റേഷൻ ആർക്ക് വേണം, ഇന്ത്യൻസിന് വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ദ പ്രൊവിഷൻസ് വെയർ നോൺ എക്സിസ്റ്റഡ്. എവിടെയാണോ ഇല്ലാത്തത്, എവിടെയൊക്കെയാണോ പ്രൊവിഷൻസ്, ഏതൊക്കെ പ്രൊവിഷൻസിലാണോ അത് ഇല്ലാത്തത് അവിടെ എന്ത് ചെയ്യണം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന ഡിമാൻഡും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. Then the Congress made the demand for a civil service examination to be held in India also. ഇന്ത്യയിലും സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം, ഇന്ത്യയിലും സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യണം എന്ന ഡിമാൻഡും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ കോൺഗ്രസ് ഓൾസോ ഡിമാൻഡഡ് എ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്, ദ റിപ്പീൽ ഓഫ് ദ ആംസ് ആക്ട് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ജുഡീഷ്യറിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ചും എല്ലാവർക്കും എൻഷോർ ചെയ്യണം എന്നുള്ളതും, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻഷോർ ചെയ്യണം എന്നുള്ളതും ആരുടെ ഡിമാൻഡ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനദർ വൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിമാൻഡ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഇക്കണോമിക് ഡിമാൻഡ്സ് ഓഫ് ബൈ കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഇക്കണോമിക് ഡിമാൻഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് റിഡക്ഷൻ ഇൻ റവന്യൂ, കട്ട് ഇൻ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആൻഡ് മോർ ഫണ്ട്സ് ഫോർ ഇറിഗേഷൻ. എന്ത് റവന്യൂ റിഡക്ട് ചെയ്യണം, ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സസ് എന്ത് ചെയ്യണം, റിഡക്ഷൻ നടത്തണം എന്നൊരു ഡിമാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ട്, അതുപോലെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മിലിറ്ററി എക്സ്പെൻഡിച്ചർ എക്സ്പെഡിഷൻ ത്രൂ ഒക്കെയാണ്, ലെറ്റേഴ്സ് ത്രൂ ഒക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്, അവരുടെ ഡിമാൻഡ് ബ്രിട്ടീഷേഴ്സിനെ അറിയിച്ചിരുന്നത്. അപ്പോൾ മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് ആരും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തിന് കൂടുതൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുവരണം, ഇറിഗേഷൻ ഫെസിലിറ്റീസിനെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം ഇക്കണോമിക്കലി എന്ന ഡിമാൻഡും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. And the Congress also passed various resolution on the salt tax treatment of Indian laborers abroad and the suffering of forest dwellers. മറ്റു കുറെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്നുള്ളത്. സാൾട്ട് ടാക്സ് ലിഫ്റ്റ് ചെയ്യുക, എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിഡക്ഷൻ മീൻസ് റിഡക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ സാൾട്ട് ടാക്സ് എടുത്ത് കളയുക എന്നാണ് നമുക്ക് ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹത്തിന്റെ ഒക്കെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ സാൾട്ട് ടാക്സ് റിഡ്യൂസ് ചെയ്യുക എന്ന ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ്, ഫോറസ്റ്റ് ലോസിലൂടെയൊക്കെ ഫോറസ്റ്റിൽ താമസിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കും അറിയാത്തല്ല, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മറ്റ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്താണ് മറ്റൊന്ന് പറഞ്ഞത്, ട്രീറ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ ലേബേഴ്സ് അബ്രോഡിലൊക്കെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ ആര് അഡ്രസ് ചെയ്തിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായിട്ടും അഡ്രസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then these demands show that in spite of being a body of the educated elite, the Congress also talked about the common people. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കോൺഗ്രസിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് നിൽക്കുന്ന എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവർ കുറച്ചും കൂടി എലൈറ്റ് പീപ്പിൾസ് ആണെങ്കിലും അവർ ആരെ കുറിച്ച് ബോധേഡ് ആണ്, കോമൺ പീപ്പിൾസിനെ കുറിച്ച് ബോധേഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി the moderate leaders wanted to create public awareness about the unjust nature of the British rule. Moderate rulers എന്ത് വേണം, ബ്രിട്ടീഷേഴ്സിന്റെ അൺജസ്റ്റ് റൂൾ എന്താണ് എന്ന് കോമൺ പീപ്പിൾസിന് എന്ത് ചെയ്യണം, അത് അത്തരം കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം, ഒരു അവയർനെസ് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഈ മോഡറേറ്റ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇൻ ഓർഡർ ടു ഡു സോ ദേ പബ്ലിഷ് ന്യൂസ് പേപ്പേഴ്സ്. ഇത് ആളുകളെ അറിയിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പേഴ്സ് അവർ പബ്ലിഷ് ചെയ്തു, ആർട്ടിക്കിൾസ് ഒക്കെ അവർ എഴുതി, അതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ് ഈ ബ്രിട്ടീഷ് റൂളിന്റെ ബാഡ് എഫക്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആഫ്റ്റർ റിസൾട്ട് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും ആരെ അറിയിച്ചു, ഇന്ത്യൻസിനെ അറിയിക്കാനാണ് ആര് ശ്രമിച്ചിരുന്നത്, നമ്മുടെ മോഡറേറ്റ് ലീഡേഴ്സ് ശ്രമിച്ചിരുന്നത്. ഇത്രയും ഭാഗങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ എടുത്തിരുന്ന ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ എന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എടുത്ത ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിലൂടെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഇട്ടു, ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളി. യെസ്, ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ്, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ് എന്ന് കൃത്യമായിട്ട് തിരിച്ചു നമുക്ക് നോക്കാം. ആരുടെ വാക്കുകളാണെന്നൊക്കെ നോക്കാം. ഓക്കെ, 1890s, the question about the style of Congress, new leaders Bipin Chandrapal, Bal Gangadhar Tilak and Lala Lajpat Rai emerged who began to explore more radical objectives and methods.
അത് നമ്മൾ പറയുന്നത് ഈ പറയുന്ന മോഡറേറ്റ് കൂടാതെ ഒരു പുതിയ കാറ്റഗറി കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറിജിൻ ചെയ്തു. ആ ഒരു കാറ്റഗറി കുറച്ചും കൂടി റാഡിക്കൽസ് ആണ്, കുറച്ചും കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോഡറേറ്റ്സിനെ പോലെ കുറച്ച് സമാധാനപരമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളായിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു, ലീഡേഴ്സ് ആയിരുന്നു. ആരൊക്കെ? യെസ്, ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര തിലക് ആൻഡ് ലാലാ ലജ്പത് റായ്. ഈ ലീഡേഴ്സ് മോസ്റ്റ്ലി എന്താ പറയാ, സമാധാനപരമായി മാത്രം സമരം നടത്തണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളുകളായിരുന്നു. മോഡറേറ്റ്സ് ചെയ്യുന്ന പോലെ പെറ്റീഷൻ ത്രൂ എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷേഴ്സ് ഒരു തരത്തിലും ഇവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ ഒരു ഗ്രൂപ്പ് കൂടി അവിടെ എമേർജ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. റിലേ ഓൺ വൺസ് ഓൺ സ്ട്രെങ്ത്. തിലക്, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനത്തിലൂടെ ഈ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ അവകാശമാണ്, അത് നമ്മുടെ ബർത്ത് റൈറ്റ് ആണ്, നമ്മുടെ ജന്മാവകാശമാണ് എന്ന ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? ബാലഗംഗാധര തിലകിന് പറ്റിയിട്ടുണ്ട്. കേസരി മറാത്തി ന്യൂസ് പേപ്പർ സ്ട്രോങ് എന്താ പറയാ കേസരി അല്ലെങ്കിൽ മറാത്തി ന്യൂസ് പേപ്പർ ആയിട്ടുള്ള കേസരിയിലൂടെ ബാലഗംഗാധര തിലക് എന്ത് ചെയ്യാണ് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. യെസ്, ലാൽ ബാൽ പാൽ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സഖ്യം അറിയപ്പെടുന്നുണ്ട്. യെസ്, ഓക്കെ. ദെൻ അത് ആരുടെ വാക്കുകളാണ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാണ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. Then British rule strong ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. They criticized the moderates for their policy for prayers. They argued that people should not be believed in on the so-called good intentions of the government and they must fight off for സ്വരാജിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ സമാധാനപരമായിട്ട് സമരം നടത്തിയൊരു കാത്തിട്ടുമില്ല എന്ന് കൃത്യമായിട്ടും ആര് വിചാരിച്ചിരുന്നു? നമ്മൾ ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകൾ കൃത്യമായിട്ടും എന്ത് ചെയ്തിരുന്നു, വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ റാഡിക്കൽസ് കൃത്യമായിട്ടും വിചാരിച്ചിരുന്നു. അവർ മോഡറേറ്റ്സിനെ കൂടി എന്തിന്റെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഈ പെറ്റീഷൻ ത്രൂ ഒന്നും നമുക്ക് എന്ത് കിട്ടൂല, ഫ്രീഡം കിട്ടൂല. നമ്മുടെ ഇന്ത്യൻ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ 3 ഫേസിലൂടെയാണ് നമുക്ക് പോകുന്നത്. ഫസ്റ്റ് മോഡറേറ്റ്, ദെൻ എക്സ്ട്രീമി ഓർ റാഡിക്കൽസ്, ദെൻ നമുക്ക് ഗാന്ധിയൻ ഫേസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. ഈ ഒരു ടൈമിലാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വാസ് പാർട്ടീഷൻഡ് ഇൻ 1905 by Viceroy Curzon. At that time, Bengal was the largest province of British India. It included Bihar and parts of Orissa. Administrative convenience was cited as the reason for the partition of Bengal. Most of the analysts believe that the partition was done to reduce the influence of Bengali politicians and to split the Bengali people. അപ്പൊ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷേഴ്സ് പറഞ്ഞിട്ടുള്ളത് ബംഗാൾ പാർട്ടിഷൻ 1905 ബംഗാൾ പാർട്ടിഷൻ നടന്നത്. ബിക്കോസ് ലാർജസ്റ്റ് എന്താ പറയാ ഏരിയ, ബംഗാൾ എന്ന് പറയുന്ന ലാർജസ്റ്റ് ഏരിയ ആയിരുന്നു. അവിടെ അതിനെ പാർട്ടിഷൻ നടത്താണ് ചെയ്തത്. ഒറീസ, ബീഹാറിന്റെ ഒക്കെ ചില പാർട്ടൊക്കെ ബംഗാളിന്റെ ഭാഗമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പാർട്ടിഷൻ നടത്തുമ്പോൾ ബ്രിട്ടീഷേഴ്സ് അതിനെ ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ്. ഒരു ലാർജസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയ, അപ്പൊ അവിടെ ഭരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി പാർട്ടിഷൻ നടത്താണ് എന്നാണ് ആര് പറയുന്നത്? ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നത് അതിനെ പറയുന്നത് അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ബട്ട് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും ബംഗാളിൽ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാവാം. അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ അവിടുത്തെ പീപ്പിൾസിനെ സ്പ്ലിറ്റ് ചെയ്യാനും ബേസ്ഡ് ഓൺ റിലീജിയസ് ഒക്കെ അവിടുത്തെ പീപ്പിൾസിനെ സ്പ്ലിറ്റ് ചെയ്യാനുമാണ് ഈ ഒരു പാർട്ടീഷൻ നടത്തിയത് എന്ന് ആര് തിരിച്ചറിഞ്ഞിരുന്നു? ഇന്ത്യൻസ് തിരിച്ചറിഞ്ഞു. നടത്തിയിരുന്ന ആരാണ്? നമുക്ക് കാണാൻ പറ്റും വൈസ്രോയി ആയിട്ടുള്ള കേഴ്സൺ ആണ് ഈ പറയുന്ന 1905 ബംഗാൾ പാർട്ടീഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Any effects of the partition of Bengal? People all over India were angry with the partition of Bengal. All sections of the Congress opposed it. Large public meetings and demonstrations were held to protest the decision. The struggle against the partition of Bengal came to known as the Swadeshi movement. It was strongest in Bengal, but was felt in other parts of the country as well. It was known as the Vande Mataram movement in ആന്ധ്ര. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന പാർട്ടിഷൻ ഓഫ് ബംഗാൾ ഓൾ ഓവർ ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബംഗാൾ പാർട്ടിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള അജിറ്റേഷൻസും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ സെഷനിലും എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബംഗാൾ പാർട്ടിഷന് കൃത്യമായിട്ടും ഒപ്പോസ് ചെയ്തിട്ടുള്ളതായിട്ടും കൃത്യമായിട്ടും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റും.
അവിടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ബംഗാൾ പാർട്ടിഷൻ എന്ന് പറഞ്ഞ ബംഗാൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വദേശി മൂവ്മെന്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും വന്ദേ മാതരം മൂവ്മെന്റ്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ വന്ദേ മാതരം മൂവ്മെന്റ് എന്ന രീതിയിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ബംഗാൾ പാർട്ടിഷൻ അറിയപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആഫ്റ്റർ ദ ബംഗാൾ പാർട്ടിഷൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെയും ഇൻഡിജിനസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു സ്വദേശി മൂവ്മെന്റ്. ദാറ്റ് മീൻസ് ബോയ്ക്കോട്ട് ചെയ്യുക, ബ്രിട്ടീഷേഴ്സിന്റെ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ബഹിഷ്കരിക്കുക, വേണ്ട എന്ന് വെക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക എന്നൊരു മൂവ്മെന്റ് ആയിരുന്നു സ്വദേശി മൂവ്മെന്റ്. നമുക്ക് നോക്കാം main aims of the Swadeshi movement. Opposed to British rule. First one is opposed to British rule. British rules in oppose ചെയ്യുക, ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് സ്വദേശി മൂവ്മെന്റിന്റെ ഫസ്റ്റ് എയിം എന്ന് നമുക്ക് കാണാൻ പറ്റും. Then encourage the ideas of self-help സ്വദേശി enterprises. Self-help അതുപോലെ തന്നെ സ്വദേശി enterprises എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഒബ്ജക്ട്സും ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ എന്റർപ്രൈസസിനൊക്കെ എന്ത് ചെയ്യുക, എന്റർപ്രണേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും. എൻകറേജ് നാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് യൂസ് ദ ഇന്ത്യൻ ലാംഗ്വേജ്. നാഷണൽ എഡ്യൂക്കേഷനെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജ് മസ്റ്റ് ബി യൂസ് ഇൻ ദ ഇന്ത്യ. ഇന്ത്യയിൽ എന്ത് യൂസ് ചെയ്യുക, മാക്സിമം ഇന്ത്യൻ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇങ്ങനെ ബ്രിട്ടീഷേഴ്സിനോടുള്ള ഡിപ്പെൻഡൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വദേശി മൂവ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്വദേശി മൂവ്മെന്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് ഡിപെൻഡൻസി നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാവുക, അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആവുക. നമുക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട്, നമുക്ക് ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ട്, നമ്മുടെ ലാംഗ്വേജിനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മുടേതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്ന രീതിയിലാണ്. അതായത് അത്രയാണ് ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് പ്രോഡക്ട്സ്. ദാറ്റ് മീൻസ് അത്ര തന്നെയാണ്, ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, the radicals advocated mass mobilization and boycott of British institutions and goods. Some leaders also suggested the use of revolutionary violence to overthrow British rule. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് റാഡിക്കൽസ് എന്ത് ചെയ്യാണ്, വലിയ രീതിയിലുള്ള മൊബിലൈസേഷനും കാര്യങ്ങളൊക്കെ നടത്തി ബ്രിട്ടീഷ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക, അപ്പോൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന രീതിയിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തി. ചില ആളുകൾ എന്ത് ചെയ്തു, റവല്യൂഷണറി വയലൻസിലേക്കും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എടുത്തു കളയാൻ റവല്യൂഷണറി വയലൻസിലേക്കും കാര്യങ്ങൾ പോയി. ഇനി മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് Dhaka in 1906 by a group of Muslim landlords and Nawabs. The league supported the partition of Bengal. Some seats in the council were reserved for the Muslims. The league wanted this representative for those seats to be elected by Muslim voters. This demand was willingly considered by the government in 1909. അപ്പൊ മുസ്ലിം ലീഗ് ഈ ഒരു പാർട്ടിഷനെ ഒപ്പോസ് ചെയ്തില്ല. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ MCQ ഇമ്പോർട്ടന്റ് പറയാമെന്നൊക്കെ മക്കൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, MCQ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ. ഈ ഒരു ലൈവ് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. then നമുക്ക് എന്ത് ചെയ്യാം, MCQ കാര്യങ്ങളൊക്കെ ആയിട്ട് സാർ നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ വരും മക്കൾക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് എന്ത് ചെയ്തില്ല, ഇതിനെ ഒപ്പോസ് ചെയ്തില്ല. ബിക്കോസ് അവർക്ക് എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഇലക്ഷനിൽ കൃത്യമായിട്ടും കൗൺസിലൊക്കെ റെപ്രസെന്റേഷൻ വേണ്ടി വന്നിരുന്നു. അതിനെ ആര് അംഗീകരിച്ചു, ഈ പറഞ്ഞ 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്തില്ല, ഇതിനെ ഒപ്പോസ് ചെയ്തില്ല നമുക്ക് കാണാൻ പറ്റും. ഇനി സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ്, കോൺഗ്രസിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി എന്ന് നോക്കാം. there was a split in the Congress in 1907. The moderate were opposed to the use of any kind of violence. Moderate എന്ത് ചെയ്തു, ഒരു കൈൻഡ് ഓഫ് വയലൻസിന് മോഡറേറ്റ് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. മോഡറേറ്റ്സ് എന്ത് പറഞ്ഞു, വയലൻസ് ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് എന്ന് ആര് പറഞ്ഞു, മോഡറേറ്റ്സ് പറഞ്ഞു. അങ്ങനെ മോഡറേറ്റ്സ് അത് പറഞ്ഞപ്പോ അവിടെ ആര് തമ്മിൽ, റാഡിക്കൽസും മോഡറേറ്റ്സും തമ്മിൽ എന്തുണ്ടായി, അങ്ങോട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും യെസ്, മോഡറേറ്റ്സ് ഒരു കൈൻഡ് ഓഫ് വയലൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. they were opposed to violence എന്ന് നമുക്ക് കാണാൻ പറ്റും. After the split, the Congress came to be dominated by മോഡറേറ്റ്സ്. അങ്ങനെ മോഡറേറ്റ് റാഡിക്കൽസ്, ഇങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആയി. പക്ഷെ കോൺഗ്രസിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ആരായിരുന്നു, മോഡറേറ്റ്സ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മോഡറേറ്റ്സ് ആയിരുന്നു കോൺഗ്രസിൽ ഡോമിനേറ്റഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ദ സ്പ്ലിറ്റ്, however, the two groups reunited in December 1915. In 1916, the Congress and the Muslim League signed the historic Lucknow Pact. 1915 ആയപ്പോൾ ഈ പറയുന്ന ഈ രണ്ട് ഗ്രൂപ്പുകളും റാഡിക്കൽസും മോഡറേറ്റ്സും വീണ്ടും എന്ത് ചെയ്തു, റീയുണൈറ്റഡ് ആയി, കോൺഗ്രസിന്റെ ഭാഗമാവാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, 1916 ആയപ്പോൾ ലക്നോ പാക്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എന്ത് ചെയ്തു, സൈൻ ചെയ്യുകയും they decided to work together for the representative government in India, the country. അപ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മുസ്ലിം ലീഗും എന്ത് ചെയ്തു, ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തുകൊണ്ട് അവരും എന്തിന്റെ ഭാഗമാവാം, കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് കൃത്യമായിട്ടും ഇൻഫോം ചെയ്തു.
And the growth of mass nationalism നമുക്ക് നോക്കാം എങ്ങനെയാണ് mass nationalism grow ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. Okay. The First World War changed the economic and political situation in India. There was a sharp prince rise which increases the problems of the common peoples. നമ്മൾ ഈ പറയുകയാണെങ്കിൽ the First World War, during the First World War എന്ന് പറയുമ്പോൾ 1914 to 1918 വരെയുള്ള ആ ഒരു ടൈമിലാണ് First World War ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ടൈം First World War ഇന്ത്യയിലും ഇക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇക്കണോമിക് സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു ക്രൈസിസ് തന്നെ ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിലായിരുന്നു ഇന്ത്യ. ഫസ്റ്റ് വേൾഡ് വാറിൽ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സ് പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു, അതിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഇന്ത്യയിലും എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, സഫർ ചെയ്യേണ്ടി വന്നിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ. Then the business groups reported huge profits because the war increased the demand for all kinds of goods, reduced the imports. I mean that the new demand was being met by the Indians business houses. The business groups now began to demand more opportunities for development. ഈ ഒരു ടൈമിൽ ബിസിനസ് ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിരുന്നു. ബിക്കോസ് ഈ ഒരു ടൈമിലൊക്കെ ബിസിനസ് ഗ്രൂപ്പിന് കുറച്ചും കൂടി ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റിയിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബ്രിട്ടീഷേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. Then many people from the village were forced to serve in the British army during the war. ഇവിടെ പല എന്താ പറയുക വില്ലേജ് ലീവ് പീപ്പിൾസ് പെസൻസ് ഒക്കെ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ഫോഴ്സ്ഫുള്ളി റെഡി ആവേണ്ടി വന്നു. ബ്രിട്ടീഷ് ആർമിയിൽ വേൾഡ് വാർ ടൈമിൽ ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി റെഡി ആവേണ്ടി വന്നു. എക്സ്പോസ് അലൈൻ landscape in the demonstrating the exploitation being done by the colonial powers in the parts of the world. അപ്പൊ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൊളോണിയൽ പവർ എൻറ്റയർ വേൾഡിൽ കൊളോണിയൽ പവേഴ്സ് എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ ഈ ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്തതോടുകൂടി ആർക്ക് മനസ്സിലായി, ഇന്ത്യൻ പേഴ്സൺസിന് മനസ്സിലായതായിട്ട് നമുക്ക് കാണാൻ പറ്റും, വില്ലേജ് പീപ്പിൾസിന് മനസ്സിലായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In the Russian Revolution took place in 1917, knew about peasants and workers struggle and ideas of socialism reached the nation of India. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ ഈ ഒരു സമയത്ത് തന്നെയാണ് 1917 റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. റഷ്യൻ റവല്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് സോഷ്യലിസം ആണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയോളജി ഓൾ ഓവർ ദ വേൾഡ് ഈ സ്പ്രെഡ് ആയിരുന്നത് ഈ ഒരു സമയത്താണ്. വർക്കേഴ്സിന് പെസൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വർക്കേഴ്സിന്റെ അജിറ്റേഷൻസും പെസൻസിന്റെ മൂവ്മെന്റ്സും ഒക്കെ ലോകത്തെ മൊത്തം അറിയിച്ചിരുന്നത് റഷ്യൻ റവല്യൂഷൻ ആയിരുന്നു. അത് ഇന്ത്യയിലും എന്ത് ചെയ്തു, ഈ ഒരു ഐഡിയോളജി സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയോളജി ഇന്ത്യയിലേക്കും സ്പ്രെഡ് ചെയ്യുകയും ഇന്ത്യൻസ് വർക്കേഴ്സിന്റെ ഭാഗത്തുനിന്നും പെസൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് റിയലൈസ് ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. ഇനി the advent of മഹാത്മാഗാന്ധി, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കടന്നു വരവും നമ്മുടെ നാഷണൽ മൂവ്മെന്റിന്റെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. മഹാത്മാഗാന്ധി റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക in 1915 because of his movements against racial restrictions in South Africa. He had already became a respected leader. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അവിടുത്തെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തിരുന്ന പേഴ്സൺ ആയിരുന്നു മഹാത്മാഗാന്ധി. അവിടുന്ന് ഇന്ത്യയിലേക്ക് 1915 മഹാത്മാഗാന്ധി റിട്ടേൺ ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാണ്. അവിടുത്തെ റെസ്പെക്റ്റഡ് ലീഡർ ആയിരുന്നു മഹാത്മാഗാന്ധി കാണാൻ പറ്റും. മഹാത്മാഗാന്ധി ഫസ്റ്റ് wanted to understand the people, their needs and overall situation in India. മഹാത്മാഗാന്ധിക്ക് വന്ന സമയത്ത് എന്താണ്, എന്തൊക്കെയാണ് ഇന്ത്യൻ പീപ്പിൾസിന്റെ നീഡ്സ്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻസ്, ഇതൊക്കെയായിരുന്നു മഹാത്മാഗാന്ധി ആദ്യം സ്റ്റഡി ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം ഫസ്റ്റ് ഇയർ മൊത്തം എന്ത് ചെയ്തു, ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുകയും ഇന്ത്യയുടെ ഓരോ പ്രശ്നങ്ങളും റിയലൈസ് ചെയ്യുകയും ചെയ്യാനാണ് മഹാത്മാഗാന്ധി സ്പെൻഡ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹെൻസ് ഹി സ്പെൻഡ് ഹിസ് ഫസ്റ്റ് ഇയർ ഇൻ ഇന്ത്യ ട്രാവലിംഗ് ത്രൂ ഔട്ട് ദ കൺട്രിയിൽ മൊത്തം ട്രാവൽ ചെയ്യുകയും ഇന്ത്യയിലെ എന്താ പറയുക ഓരോ കോർണറിലുള്ള ആളുകളുടെയും പ്രോബ്ലംസ് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യുകയും ചെയ്തു ഗാന്ധിജി ഫസ്റ്റ് ഇയർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹിസ് ഏർലിയസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ലോക്കൽ മൂവ്മെന്റ് വാസ് ചമ്പാരൻ, ഖേദ ആൻഡ് അഹമ്മദാബാദ്. ഗാന്ധിജി ആദ്യം നടത്തിയത് 3 മൂവ്മെന്റ് ആണ്, ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് എന്ന് പറയുന്നത്. ചമ്പാരൻ എന്ന് പറയുന്നത് ചമ്പാരനിലെ ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്തിരുന്ന എക്സ്പ്ലോയിറ്റേഷൻ അഗേൻസ്റ്റ് ആയിട്ട് ആയിരുന്നു ഗാന്ധിയുടെ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് ചമ്പാരനാണ്, ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന വില്ലേജ് ആണ്. ദെൻ ഖേദ ആണെങ്കിലും അഹമ്മദാബാദ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഖേദയിലെ ഫാമേഴ്സ് ഈ പറയുന്ന ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു, ഹ്യൂജ് എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു. ഈവൻ ക്ലൈമറ്റ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴും ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാകുമ്പോഴൊക്കെ അവർ ടാക്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഒരു ടാക്സ് റിലാക്സേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഖേദയിലെ സ്ട്രഗിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പെസൻസിന് കർഷകർക്ക് വേണ്ടിയാണ്. ഇനി അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ കോട്ടൺ മിൽ വർക്കേഴ്സ് സഫർ ചെയ്തിരുന്ന എന്താ പറയുക അവർക്ക് സാലറി ഹൈക്കിന് വേണ്ടിയായിരുന്നു, അവരുടെ വേജ് ഹൈക്കിന് വേണ്ടിയായിരുന്നു അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അപ്പോൾ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കും അതുപോലെ തന്നെ ഖേദ സ്ട്രൈക്കും ഗുജറാത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചമ്പാരൻ നമുക്ക് ബീഹാറിലാണ് കാണാൻ പറ്റുന്നത്.
ഓക്കെ, അപ്പൊ ഇതാണ് ഗാന്ധിജിയുടെ ഏർലിയസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ചമ്പാരനാണ്, ബീഹാറിലാണ്. ഇൻഡിഗോ ഫാമേഴ്സ് ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ അഗേൻസ്റ്റ് ആണ്. കേരള ആണെങ്കിൽ പെസൻസിനെ എന്ത് ചെയ്യണം, ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ ടാക്സ് പേ ചെയ്യാൻ അവരെന്ത് ചെയ്തു, അവരെ പ്രഷറൈസ് ചെയ്തു. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടാണ് ഖേദ, ഗുജറാത്തിലായിരുന്നു ഉണ്ടായത്. ദെൻ തേർഡ് വൺ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് ആണ്. അതും ഗുജറാത്തിലാണ്. മിൽ വർക്കേഴ്സിന്റെ സാലറി വേജ് ഹൈക്കിന് വേണ്ടിയായിരുന്നു മൂവ്മെന്റ്. ഓക്കെ, ഇനി റൗലറ്റ് സത്യാഗ്രഹ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് നാഷണൽ മൂവ്മെന്റ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. The Rowlatt Act was passed in 1990. 1919 ആണ് റൗലറ്റ് ആക്ട് എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. റൗലറ്റ് ആക്ട് ഗാന്ധിജി പാസ്സാക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ പാസ്സാക്കുന്നല്ല, ബ്രിട്ടീഷേഴ്സ് പാസ്സാക്കുന്ന ഒരു ആക്ട് ആണ്. ഇന്ത്യൻസിനെ മുമ്പാകെ ഒരു കരിനിയമമാണ്, ഇന്ത്യൻസിനെ എത്രയും ക്രൂവൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, റൗലറ്റ് ആന്റി റൗലറ്റ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ റൗലറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. The act covered the freedom of expression and strengthened police powers. ഈ ഒരു ആക്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട്. പോലീസ് പവേഴ്സ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആക്കുന്ന ഒരു ആക്ട് ആണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിന് റൗലറ്റ് ആക്ട് എന്നുള്ള പേര് വന്നത് സർ സിഡ്നി റൗലറ്റ് ആണ് ഈ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിന് എന്ത് പേര് വന്നത്, റൗലറ്റ് ആക്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഗാന്ധിജി gave a call of സത്യാഗ്രഹ against റൗലറ്റ് ആക്ട്. ഈ ഒരു റൗലറ്റ് ആക്ടിനായിട്ട് അഗേൻസ്റ്റ് ആയിട്ട് ഒരു സത്യാഗ്രഹം ചെയ്യാൻ ആര് തീരുമാനിച്ചു, ഗാന്ധിജി തീരുമാനിച്ചു, ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. He asked the people to observe 6 April 1909 was as the day of non-violent opposition to this ആക്ട്. ഈ ഒരു ആക്ടിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള നോൺ വയലന്റ് ഓപ്പോസിഷൻ ആയിട്ട് നമ്മൾ ഏത് ഡേ ഒബ്സർവ് ചെയ്യണം, 6 April 1919, 1919 ഏപ്രിൽ 6 എന്തായിട്ടാണ്, ബ്രിട്ടീഷ് വിരുദ്ധ എന്താ പറയുക ആന്റി നമ്മൾ പറഞ്ഞ റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതും നോൺ വയലൻസിലൂടെ നടത്തുന്ന ഒരു സമരമായിട്ട് നമ്മൾ ഒരു സത്യാഗ്രഹമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ സത്യാഗ്രഹ സഭാസ് were set up to launch the movement. ഈ ഒരു മൂവ്മെന്റ് ഭാഗമായിട്ട് സത്യാഗ്രഹ സഭകളൊക്കെ എന്ത് ചെയ്തു, ഫോം ചെയ്തു, ലോഞ്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. The Rowlatt Satyagraha began the first all India struggle against the British ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഓൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഫസ്റ്റ് സ്ട്രഗിൾ ആണ് നമ്മൾ ഈ പറയുന്ന റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് യെസ്, റൗലറ്റ് സത്യാഗ്രഹ ഹാസ് ലെഡ് ടു ദ ജാലിയൻ വാലാബാഗ്. യെസ്, ജാലിയൻ വാലാബാഗിലേക്ക് എത്തിച്ചത് റൗലറ്റ് സത്യാഗ്രഹ തന്നെയാണ്. നമുക്കത് എടുക്കാനുണ്ട് കേട്ടോ. However, it was mainly restricted to the cities. Many demonstrations and hartals took place in the country. The government used brutal measures to suppress the revolt. The Jallianwala Bagh massacre was one example of such brutal measures. Then Rabindranath Tagore renounced his knighthood protest Jallianwala Bagh incident. അപ്പോൾ നമ്മൾ ഈ പറയുന്ന Jallianwala Bagh ഇൻസിഡൻസ് ആണെന്ന് കഥ പോലെ പറഞ്ഞു തരാം. ഈ റൗലറ്റ് ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വൈഡ് ആയിട്ട് എന്ത് നടന്നു, മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തു. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ജാലിയൻവാല ബാഗ് മസാക്കറിലേക്ക് എത്തിച്ച സംഭവം. നമുക്ക് പറയുകയാണെങ്കിൽ ഈ റൗലറ്റ് വിരുദ്ധ പ്രക്ഷോഭത്തിലെ ലീഡർഷിപ്പ് ആയിരുന്ന 2 പേഴ്സൺസിനെ, അതായത് സത്യപാലും സൈഫുദ്ദീൻ കിച്ലു എന്നിങ്ങനെ 2 ലീഡേഴ്സിനെ ബ്രിട്ടീഷേഴ്സ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സത്യാഗ്രഹീസ് എന്ത് ചെയ്തു, അടുത്തുള്ള ഒരു ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക അമൃത്സറിലെ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന മൈതാനിയിൽ എന്ത് ചെയ്തു, ഗ്രൗണ്ടിൽ എന്ത് ചെയ്തു, ആളുകൾ അവിടെ ഒത്തുചേർന്നു. ആളുകൾ എന്ത് ചെയ്തു, അവിടെ സമരം ചെയ്തു. അത് അവിടുത്തെ ജനറൽ ആയിട്ടുള്ള ഡയർ അവിടെ എന്ത് ചെയ്തിരുന്നു, അവിടെ ചില ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഒത്തുകൂടാൻ പാടില്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയും ആളുകൾക്കെതിരെ വെടിയുതിർക്കാൻ ആര് ഡിക്ലെയർ ചെയ്യാണ്, ക്യാപ്റ്റൻ ജനറൽ ഡയർ ഡിക്ലെയർ ചെയ്യാണ്. അതാണ് ജാലിയൻവാല ബാഗ് മസാക്കർ. അതിൽ നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. ഓക്കെ, നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മരണപ്പെടുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ബ്രിട്ടീഷേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 390 ആ ഒരു പെർസെന്റേജ് ആണ്. പക്ഷെ അത്രയൊന്നല്ല, 390% ഒന്നും അല്ല കിൽ ചെയ്യപ്പെടുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഡബിളോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. കുറെ ആളുകൾ ഇൻജേർഡ് ആവുന്നുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ജാലിയൻവാല ബാഗ് മൈതാനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് 3 sides എന്നാണ്, വാളാണ്. ദെൻ എൻട്രൻസ് ആണെങ്കിൽ, എൻട്രി ഗേറ്റ് ആണെങ്കിൽ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, ആർമിയെ വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുകയും അവിടെ വെച്ചിട്ട് ഇന്ത്യൻസിനെതിരെ വെടിയുതിർക്കാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇവർക്ക് ഇറങ്ങി ഓടാനുള്ള ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല, ഇന്ത്യൻസിന്റെ കയ്യിൽ എന്തും ഉണ്ടായിരുന്നില്ല, ആംഡ് വെപ്പൺസ് ഒന്നും, അല്ലെങ്കിൽ എന്താ പറയുക വെപ്പൺസോ അല്ലെങ്കിൽ ആംഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ അവർ സമാധാനപരമായിട്ട് സമരം നടത്തിയിരുന്ന ആളുകളായിരുന്നു. അവരെ വളരെ ക്രൂവലായിട്ട് ആര് ട്രീറ്റ് ചെയ്യാണ്, നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ട്രീറ്റ് ചെയ്യാണ്. അതാണ് ജാലിയൻവാല ബാഗ് മസാക്കർ. ഗാന്ധിജി പറയുന്നുണ്ട് ബ്രിട്ടീഷേഴ്സിന് ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്.
ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് ബ്രിട്ടീഷേഴ്സിന് എന്ത് കൊടുത്തത്, ഈ പറയുന്ന ഇത്രത്തോളം ഒരു ബേസ്മെന്റ് കൊടുത്തതെങ്കിൽ ഈ ഒരു ജാലിയൻ വാലാബാഗ് മസാക്കർ ഈ ബേസ് ഇല്ലാതാവും, ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അടിത്തറ ഇളകാൻ കാരണമാവും എന്ന് ആര് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്? ഗാന്ധിജി പറയുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റും. In Khilafat agitation and the non-cooperation movement, after the First World War, a harsh treaty was imposed on the Turkish Khalifa. The leaders of Khilafat agitation, Muhammad Ali and Shaukat Ali, wanted to associate with the non-cooperation movement. The Muslims wanted the Khilafat to retain control over Muslims' sacred places in the Israel Ottoman Empire. Gandhi supported the Khilafat movement. അതായത് നമ്മൾ പറയുന്നത് ഗലിഫ്സിന് കയ്യിലുണ്ടായിരുന്നു, ഓട്ടോമൻ ടർക്സിന് അല്ലെങ്കിൽ ഗലിഫ്സിന് കയ്യിലുണ്ടായിരുന്ന അധികാരം ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇതിനെ അഗൈൻസ്റ്റ് വേൾഡ് വൈഡ് ഫോം ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗലിഫ്സിന്റെ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിന് ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഒരു ഖിലാഫത്ത് മൂവ്മെന്റ്. ഇന്ത്യയിലെ ഖിലാഫത്ത് മൂവ്മെന്റ് ലീഡേഴ്സ് ആണ് മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്, അലി ബ്രദേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി വിത്ത് ഇന്ത്യൻ ഖിലാഫത്ത് ലീഡേഴ്സ്. ദേ വാണ്ട് ടു ജോയിൻ വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർ ഇന്ത്യൻ നാഷണൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അവർക്ക് എന്തിന്റെ കൂടെ ജോയിൻ ചെയ്യണം? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൂടെ ജോയിൻ ചെയ്ത് ഇന്ത്യയിലെ മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യണം എന്നായിരുന്നു അവരുടെ ഡിസയർ. അപ്പൊ ഗാന്ധിജിക്ക് ഒബ്വിയസ്ലി ഈ ഇന്ത്യക്കകത്ത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യം ഗാന്ധിജിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജി ആരെ വെൽക്കം ചെയ്യാണ്? ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ എന്തിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മൂവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, തപസ് ആൻസർ കമന്റ് ചെയ്തോളൂ. യെസ് തപസ് പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ കമന്റ്, ഡൗട്ട്. Okay, then the non-cooperation movement gained momentum through 1921 and 1922. Thousands of students left schools and colleges to join movement. എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വലിയൊരു രീതിയിലുള്ള സപ്പോർട്ട് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1921-22 ടൈമില് വലിയ രീതിയിലുള്ള എന്താ പറയാ, യെസ്, വാട്ട് ഈസ് ദ ഐഡിയോളജീസ് ഓഫ് RSS? മക്കളെ, അത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് അല്ല, ടോപ്പിക് റിലേറ്റഡ് അല്ല. അതുകൊണ്ട് കാരണം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. RSS പൊളിറ്റിക്കൽ പാർട്ടി, ഓക്കെ, ഐ തിങ്ക് പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിലാണ്. നമുക്ക് എന്തായാലും ഇൻ ഫ്യൂച്ചർ 10th അത് മക്കൾ കുറച്ചും കൂടി എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ തപസ്? ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് 1921-22 ആവുന്ന സമയത്ത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 1921-22 ടൈമിൽ ഇന്ത്യൻ നാഷണൽ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നുണ്ട്, RSS എന്ന് പറഞ്ഞ പാർട്ടിന്റെ എന്താ പറയുക ഫോർമേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിപ്പിക്കും. RSS മാത്രമല്ല, അന്ന് കുറേ അധികം പാർട്ടികൾ ഇന്ത്യക്ക് എന്താ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യപ്പെട്ടുള്ള പല പാർട്ടികളുണ്ട്. അതിലൊന്ന് RSSഉം അതിലൊരു പാർട്ടി തന്നെയായിരുന്നു. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസും ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ RSS ആണെങ്കിലും അങ്ങനെ പലയധികം പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ഒക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ലെഫ്റ്റ് ചെയ്തു. മെനി എമിനന്റ് ഓഫ് പ്രൊഫഷണൽസ് ഗേവ് അപ്പ് ദെയർ പ്രൊഫഷൻസ് ടു ജോയിൻ മൂവ്മെന്റ്. പല പ്രൊഫഷണൽസും അവരുടെ പ്രൊഫഷൻ തന്നെ റിസൈൻ ചെയ്തിട്ട് എന്തിന്റെ ഭാഗമായി? ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റും. Then bound fires of foreign clothes were burned. Foreign clothes ഒക്കെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. Boycott foreign clothes resulted in the imports falling drastically between 1920 and 1922. 1920-22 വലിയ രീതിയിൽ എന്ത് ചെയ്തു? ഫോറിൻ ക്ലോത്ത് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് വലിയ രീതിയിൽ എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോറിൻ ക്ലോത്ത് ഒക്കെ ബേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പബ്ലിക് പ്ലേസസിലൊക്കെ ഫോറിൻ ക്ലോത്ത് ഒക്കെ ബേൺ ചെയ്തു. പീപ്പിൾസ് ഇനിഷ്യേറ്റീവ്സ്, പീപ്പിൾസ് എങ്ങനെയൊക്കെയാണ് ഇതിനെ കണ്ടിരുന്നത് നമുക്ക് നോക്കാം. യെസ്, the non-cooperation movement remained non-violent at most of the places, but some people interpreted the message of Mahatma Gandhi in their own ways, mostly to suit their local grievances. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഗാന്ധിയുടെ നോൺ കോപ്പറേഷനിൽ ഗാന്ധി ഇമ്പോർട്ടൻസ് ഐഡിയോളജി എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. ബട്ട് പല പീപ്പിൾസും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിലൂടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ അതിന് ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തു, അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു. പല ഏരിയയിലും പല ആളുകളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തു? അതിന് ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The particular presence of Kheda or Gujarat organized non-violent campaigns against the high land revenue demands against ആയിട്ടാണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമായിട്ട് പട്ടിജാത് പെസൻസ്, കേരളയിലെ പെസൻസ് എന്ത് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഡിഫറെന്റ് ഏരിയാസിലുള്ള ആളുകൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഗാന്ധിയുടെ നോൺ കോപ്പറേഷൻ എന്നുള്ള ആ ഒരു
ടേമിനെ അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് ഗാന്ധിജി ബ്രിട്ടീഷേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ലാൻഡ് ലോഡ്സിനോടും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു, അവരെ അതിനെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലിക്കർ ഷോപ്സ് വെയർ പിക്കറ്റഡ് ഇൻ കോസ്റ്റൽ ആന്ധ്ര ഇൻ ദ ഇന്റീരിയർ തമിഴ്നാട്. ആന്ധ്രയിലും ഇന്റീരിയർ തമിഴ്നാട്ടിലൊക്കെ ലിക്കർ ഷോപ്സ് ഒക്കെ എന്ത് ചെയ്തു, അവിടെ ബോയ്ക്കോട്ട് ചെയ്തു അല്ലെങ്കിൽ പിക്കറ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അടപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. ദ ട്രൈബൽസ് ആൻഡ് പുവർ പെസൻസ് ഇൻ ഗുണ്ടൂർ ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേജ്ഡ് എ നമ്പർ ഓഫ് ഫോറസ്റ്റ് സത്യാഗ്രഹs ടു പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ന്യൂ ഫോറസ്റ്റ് ലോസ്. ഫോറസ്റ്റ് ലോസിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ ട്രൈബൽസും എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ അജിറ്റേഷൻസും മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗേവ് എനോമസ് സപ്പോർട്ട് ഇൻ സിന്ധ് ആൻഡ് ബംഗാൾ. സിന്ധിലും ബംഗാളിലും വലിയ രീതിയിലുള്ള സപ്പോർട്ട് എന്തിനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചൗരി ചൗര ഇൻസിഡന്റോട് കൂടി കാണിച്ച് സ്റ്റോപ്പ് ചെയ്തു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമുക്ക് പറയാം. ഓക്കെ, in Punjab the Akhali agitation of Sikhs demanded that to remove the corrupt Mahants from ഗുരുദാസ്. അപ്പൊ ഗുരുദാസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ കറപ്റ്റഡ് ആയിട്ടുള്ള മഹാരാജാക്കന്മാരൊക്കെ റിമൂവ് ചെയ്യണം എന്ന് അഖാലി സിക്സ് എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആസാം ദ ടീ ഗാർഡൻ ലേബേഴ്സ് ഡിമാൻഡ് എ ബിഗ് ഹൈക്ക് ഇൻ ദ വേജ്. ആസാമിലാണെങ്കിൽ ടീ ഗാർഡനിലെ ലേബേഴ്സ് ഡിമാൻഡ് ചെയ്തത് ഹൈക്ക് വേജ് ആണ്, അവരുടെ സാലറി ഹൈക്ക് ആണ് അല്ലെങ്കിൽ ഹൈ വേജസ് ആണ് അവർ ഡിമാൻഡ് ചെയ്തത്. they shouted the slogans Gandhi Maharaj ki Jai. The many folk songs of Assam, Gandhiji was referred as ഗാന്ധി രാജ. അപ്പൊ അവര് ഗാന്ധി മഹാരാജക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പല ആസാം ഫോക്ക് സോങ്സ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഗാന്ധിജി മഹാരാജ എന്ന രീതിയിലാണ് ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗാന്ധി മഹാരാജ എന്ന രീതിയിലാണ് ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ദ ഹാപ്പനിങ് ഓഫ് 1922 to 29 നമ്മൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. Okay, Chowri Chowra. In February 1922, a police station in Chowri Chowra was set out on fire by a crowd. The peasants were retaliating against the police, firing on peaceful demonstration. Then 22 policemen were killed in the Chowri Chowra incident. Saddened by this incident, Mahatma Gandhi called off the non-cooperation movement. അപ്പോൾ ചൗരി ചൗര മൂവ്മെന്റ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന വില്ലേജിലെ പോലീസുകാർ അവിടുത്തെ വില്ലേജേഴ്സിനെ വളരെ ക്രൂവൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അവരുടെ ഡെമോൺസ്ട്രേഷനൊക്കെ വളരെ ക്രൂവൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആ പറയുന്ന പോലീസ് സ്റ്റേഷൻ ആര് ബേൺ ചെയ്യാണ്, ആര് ഫയർ ചെയ്യാണ്, അവിടുത്തെ വില്ലേജ് പീപ്പിൾസ് ഫയർ ചെയ്യാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഫയർ ചെയ്യുകയും അങ്ങനെ 22 പോലീസ്മെൻ അവിടെ കിൽ ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജിയുടെ ഐഡിയോളജി എന്താണ്, നോൺ വയലൻസ് അല്ലെ. ഗാന്ധിജി ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് എന്ന് ഗാന്ധിജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗാന്ധിജിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, നോൺ വയലൻസ് ആണ്. അപ്പൊ നോൺ വയലൻസ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് സ്റ്റോപ്പ് ചെയ്തു, ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. Then after that, Gandhiji followers wanted to take on constructive work in the rural areas to increase the base for the Congress. On the other hand, some leaders wanted to fight elections to the council. They wanted to enter the government so that they could influence certain policies. The Gandhian worked in village during the mid-1920s and could be able to extend their support base. This proved very useful during the civil disobedience movement. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ടൈമിൽ തന്നെ പല ആളുകൾക്കും ഇലക്ഷന്റെ ഭാഗമായിക്കൊണ്ട് കൗൺസിലിന്റെ ഭാഗമായിക്കൊണ്ട് പല ലീഡേഴ്സിനും സ്വരാജ് പാർട്ടിയുടെ ഫോർമേഷൻ ഈ ഒരു ടൈമിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പല ലീഡേഴ്സിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെയുള്ള പല ലീഡേഴ്സിനും അവരുടെ നീഡ്സ് എന്ന് പറയുന്നത് കൗൺസിലിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഒരു പാർട്ടായിക്കൊണ്ട് ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതല്ലാതെ അതിനെ വിട്ടു നിന്നുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഒപ്പോസ് ചെയ്യുന്നതിന് പല ലീഡേഴ്സും എന്ത് ചെയ്തു, എഗ്രി ചെയ്തില്ല. അങ്ങനെ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഫോം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്താണ് സിവിൽ ഡിസോബിഡിയന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇനി മക്കളെ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അല്ലെങ്കിൽ RSS and the Communist Party of India were formed during the mid-1920s. The revolutionary leader Bhagat Singh was also active in this period. ഭഗത് സിംഗും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സമയത്ത് നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്. അതുകൂടാതെ ഈ പറയുന്ന RSS ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണെങ്കിലും ഒക്കെ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. 1920s മിഡിലേക്കാണ് ഈ ഒരു പാർട്ടീസ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഭഗത് സിംഗ് നോക്കുകയാണെങ്കിൽ റവല്യൂഷണറി
revolutionary parties ഒക്കെ ആരും റൺ ചെയ്തിട്ടുണ്ട്, ഭഗത് സിംഗും റൺ ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സൈമൺ കമ്മീഷൻസ്. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിസൈഡഡ് ടു സെൻഡ് എ കമ്മീഷൻ ഇൻ 1927 ടു ഡിസൈഡ് ഇന്ത്യസ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി 1927 ഒരു കമ്മീഷൻ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷനാണ് സൈമൺ എന്താ പറയാ, ദിസ് വാസ് ഹെഡഡ് ബൈ ലോർഡ് സൈമൺ ആയിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ബട്ട് ഇറ്റ് ഹാഡ് നോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്. പക്ഷേ ഈ ഒരു കമ്മീഷൻ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കമ്മീഷൻ ബ്രിട്ടീഷേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഹെഡ് ആയിരുന്നു ലോർഡ് സൈമൺ ആയിരുന്നു അതിന് ഹെഡ്. ബട്ട് അവിടെ ഇന്ത്യൻസ് ഇല്ല, ആ ഒരു കമ്മീഷനിൽ ആരില്ല, ഇന്ത്യൻസ് ഇല്ല. There were no Indians. Indian representation ഒന്നുമില്ല. Absence of Indians in the commission infuriated the political groups in India. അപ്പൊ ഇന്ത്യൻസ് ഇല്ലാത്ത ഈ ഒരു കമ്മീഷൻ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സ് ഫോം ചെയ്ത കമ്മീഷൻ. ഇന്ത്യൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, അതിൽ വെറിഡ് ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, The march to Dundee നമുക്ക് നോക്കാം. The salt law gave a monopoly in right to the state on the manufacture and the sale of salt. നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷേഴ്സ് സാൾട്ട് ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം മോണോപ്പൊളി പവർ, സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മോണോപ്പൊളി പവർ ബ്രിട്ടീഷേഴ്സിന് കൊടുത്തു. അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യൻ സാൾട്ട് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഒക്കെ ബ്രിട്ടീഷേഴ്സ് പൂട്ടിച്ചു. അപ്പൊ ബ്രിട്ടീഷേഴ്സ് ഇടയ്ക്കിടയ്ക്ക് സാൾട്ട് ടാക്സ് ഇംപ്രൂവ് ചെയ്തു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യാണ് സാൾട്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സാൾട്ട് ടാക്സ് എടുത്ത് കളയുക എന്ന ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്ന ഡിമാൻഡ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സിവിൽ ഡിസോബിഡിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാൾട്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് പൂവേഴ്സ് ആണെങ്കിലും റിച്ച് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് സാൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സാൾട്ട് സത്യാഗ്രഹം വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. To lift salt tax എന്നുള്ളതായിരുന്നു സാൾട്ട് സത്യാഗ്രഹത്തിന്റെ മുദ്രാവാക്യം. The salt movement attracted support from all walks of life, including the peasants, tribals, women's. Government tried to crush the movement by taking brutal actions. Thousands were sent to jail. Most of eminent leaders were arrested. അപ്പോൾ ഈ പറയുന്ന മൂവ്മെന്റ് വലിയ രീതിയിൽ എന്ത് ചെയ്തു, വലിയ രീതിയിലുള്ള പോപ്പുലർ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് ഈ ഒരു മൂവ്മെന്റിനെ സപ്രസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല ലീഡേഴ്സിനും അറസ്റ്റ് ചെയ്യുന്നതായിട്ടും ജയിലിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. In the Government of India Act 1935 prescribed provisional autonomy. Elections to provisional legislature were held in 1937. The Congress formed governments in 7 out of 11 provinces. ഇന്റർനാഷണൽ കോൺഗ്രസ് 7 provinces എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് അവരുടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രൊവിഷണൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്തു, ഫോം ചെയ്യാൻ ഗവൺമെന്റ് ബ്രിട്ടീഷേഴ്സ് തീരുമാനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In the Second World War broke out in 1939. The Congress leaders were critical of Hitler and hence they decided to support British in the war, but they wanted independence of India after the war. In return of this gesture, however, the British did not agree with this demands. The Congress ministries resigned in protest. നമ്മളോട് പറയുന്നത് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ സോ വെൻ വിൽ ദ ക്ലാസ് എൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വൺസ് മോർ ടൈം ഒരു സ്ലൈഡും കൂടി നമുക്കുള്ളൂ, അതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഐ തിങ്ക് 7:55 ആവുന്ന ക്ലാസ് പോയിന്റ് പേടാ. അപ്പോൾ നമ്മൾ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ എന്ത് ചെയ്യാണ്, ഹിറ്റ്ലർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സ് ഒബ്വിയസ്ലി മൂവ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു വാർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറെ ഇന്ത്യൻസും എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലീഡേഴ്സ് ഈ ഒരു ടൈമിൽ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർക്ക് എന്ത് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഈ വാർ കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഫ്രീഡം മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യണം, ഇന്ത്യക്ക് എന്ത് വേണം, ഫ്രീഡം തിരിച്ചു വേണം എന്നൊരു ഡിമാൻഡ് മുമ്പോട്ടുണ്ടായിരുന്നു. അതിനാരും തയ്യാറായില്ല, ബ്രിട്ടീഷുകാരും തയ്യാറായില്ല. ആ ഒരു വാറിന് ശേഷം അവരും റെഡി ആയില്ല. അങ്ങനെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന പ്രൊഫഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് അവരൊക്കെ എന്ത് ചെയ്തു, റിസൈൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ്, ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് സാറ് ഇത് ഇൻക്ലൂഡ് ചെയ്ത് എന്താ പറയുക, ഓരോ വർഷത്തിലും നടന്നിട്ടുള്ള ടൈം ലൈൻ എന്ന് നമ്മൾ പറയും അല്ലെ. ഓരോ വർഷത്തിലും നടന്നിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ നാഷണൽ മൂവ്മെന്റ് ഭാഗമായിട്ട് ഓരോ വർഷത്തിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മക്കൾക്ക് ഒറ്റ ഇതിൽ പഠിച്ചത് തന്നെ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എല്ലാ ഇയേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും മക്കൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് സാർ വിശ്വസിക്കുന്നു അല്ലെ. മക്കൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ ഇയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാനാണ്. അപ്പൊ ഈ ഒരു ഒറ്റ സ്ലൈഡ് നോക്കിയാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഈ ഒറ്റ സ്ലൈഡ് അവസാനം ആഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ് മക്കൾക്ക് ഇയേഴ്സ് ഒക്കെ പഠിച്ചെടുക്കാനുള്ളതാണ്. വളരെ ഈസി ആയി പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് സാർ ഇങ്ങനെ ഒരു സ്ലൈഡും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും കൂടി മക്കൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, യൂസ്ഫുൾ ആക്കുക. അപ്പൊ സാറ് തൽക്കാലം ഇവിടെ വരച്ചിട്ട് തൽക്കാലം ഒന്ന് മാറ്റിത്തരാം, കാരണം മക്കളെ കൺഫ്യൂസ്ഡ് ആവുന്നില്ല. ഈ സ്ലൈഡ് മക്കൾക്ക് വൃത്തിയായി തന്നെ കിട്ടിക്കോട്ടെ.
ഓക്കെ, ഈ ഒരു സൈഡ് മക്കൾക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടിക്കോട്ടെ. അതുകൊണ്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വരച്ചിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ടും ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് മുന്ന് ലൈക്ക് അടിച്ചോളി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളി. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് ലൈവ് കഴിഞ്ഞ ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക മക്കളെ രേഖപ്പെടുത്തുക. ഓക്കെ, എന്താണോ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് അപ്പ് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ ശേഷം കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരാളുടെയും ഒപ്പീനിയൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ടൈം ലൈനൊക്കെ സെറ്റ് ആക്കി പഠിക്കുക. അപ്പോൾ താങ്ക്സ് ടു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്.